എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്വന്തം റെസിപ്പി എന്ന് പറയാൻ കാരണം വീട്ടിലൊന്നും ഇതുപോലെയല്ല ഉണ്ടാക്കാറ്. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കൻ എടുക്കാറ്. ഇനി ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നാരങ്ങ നീരാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇതിന് ശേഷം ഞാൻ മസാലപ്പൊടികൾ ആഡ് ചെയ്യും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായി തേച്ച് പിടിപ്പിക്കും. ഞാൻ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഈ സമയത്ത് ചിക്കനിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. ഇനി ആ മസാലയ്ക്ക് അതിൽ നിന്ന് പിടിച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട തക്കാളി, ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഇത് 4ഉം കൂടെ നന്നായി ചതച്ചെടുത്തതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ പാനൊന്ന് നന്നായി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഓരോന്നോരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 20 മിനിറ്റിന് ശേഷമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായപ്പം മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി അതൊക്കെ അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ഓയിൽ തന്നെയാണ് നമ്മൾ മസാല കൂടെ ഉണ്ടാക്കുന്നത്. ഇനി ഈ സെയിം ഓയിൽ തന്നെയാണ് ഞാനിനി മസാല ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഓയിൽ അധികമായിട്ട് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഉള്ളി അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇനി നമുക്ക് ചോറിനുള്ള പരിപാടി കൂടെ നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് അരിയാണ്. അതിന് വേണ്ടി ഞാൻ 6 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗീ ആണ്. ഞാൻ ഇവിടെ വെജിറ്റബിൾ ഗീ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗീ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം. ഇത് നമ്മളെ ഉള്ളി ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയും അതുപോലെ തന്നെ ചോറും സെയിം ടൈമിൽ തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കണം. കാരണം രണ്ടും ചൂടോടെ തന്നെ ദമ്മിട്ടാലാണ് നമ്മൾ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളിയൊന്ന് നന്നായി വാടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകൊക്കെ ചതച്ച് വെച്ച കൂട്ടുകൂടെ ഞാൻ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കിത് നമ്മൾ ചോറിനുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ മസാലയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമാണ്. ഞാൻ മുളകും പൊടിയൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യണില്ല. പച്ചമുളകും കുരുമുളകും മാത്രമാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ബിരിയാണിയിൽ യൂസ് ചെയ്യണത്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയും അതേപോലെ തന്നെ കറിവേപ്പില കൂടെയാണ്. ഇനി നമുക്ക് ഇത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ആ സമയം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് ചിക്കനും കൂടെ അതിലിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മസാല കൂടെ റെഡി ആയാൽ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മളുടെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇട്ട് കൊടുക്കാം. ഞാൻ ചോറ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഹാഫ് ചോറ് ഞാൻ അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാലയുടെ ഹാഫ് പോർഷൻ നമുക്ക് ഈ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ചോറ് കൂടെ ഇതിലിട്ടിട്ട് വീണ്ടും നമുക്കതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റും കൂടെ ചെയ്യണം. അപ്പം നമ്മൾ മസാല മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച വെല്ലുള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിനി ഒരു 3 മിനിറ്റ് ഇതുപോലെ വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.